ബുൾഡോസർ രാജ് നടപടികൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. കേസിൽ പ്രതിയായതുകൊണ്ട് മാത്രം ഒരാളുടെ കെട്ടിടം പൊളിക്കാൻ സർക്കാരിന് എന്തധികാരമെന്ന് കോടതി. കെട്ടിടം പൊളിക്കുന്നതിന് രാജ്യവ്യാപകമായി മാർഗരേഖ പുറത്തിറക്കണമെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വിവിധ സർക്കാരുകൾക്കാണ് കോടതിയുടെ വിമർശനം. BJP ഭരിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലടക്കം ബുൾഡോസർ രാജ് വ്യാപകമാകുന്ന പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സർക്കാരുകളെ സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചത്. കേസിൽ പ്രതിയായതുകൊണ്ട് മാത്രം ഒരാളുടെ കെട്ടിടം പൊളിക്കാൻ സർക്കാരിന് എന്തധികാരമെന്ന് സുപ്രീം കോടതി ചോദിച്ചു. രാജ്യവ്യാപകമായി ബുൾഡോസർ രാജ് നടപടികൾ നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിലായിരുന്നു കോടതിയുടെ നിരീക്ഷണം. ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കുന്നതിനായി കെട്ടിടം പൊളിക്കുന്നതിന് രാജ്യവ്യാപകമായി മാർഗരേഖ പുറത്തിറക്കണമെന്നും ജസ്റ്റിസുമാരായ BR ഗവായ്, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച് ചൂണ്ടിക്കാണിച്ചു. മുനിസിപ്പൽ നിയമലംഘനങ്ങൾ നടത്തിയാൽ മാത്രമാണ് കെട്ടിടം പൊളിക്കാൻ അധികാരമുള്ളൂവെന്നും കോടതി വ്യക്തമാക്കി. 2022 കലാപത്തിന് തൊട്ടു പിന്നാലെ ദില്ലിയിലെ നിരവധി വീടുകൾ തകർത്തതായി ഹർജിക്കാരുടെ അഭിഭാഷകൻ ദുഷ്യന്ത് ദാവെ ചൂണ്ടിക്കാട്ടി. UP-യിലടക്കം മുസ്ലിം വിഭാഗക്കാരുടെ വീടുകൾ വ്യാപകമായി തകർക്കുന്നതിൽ സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഹർജി സുപ്രീം കോടതി സെപ്റ്റംബർ 17 വീണ്ടും പരിഗണിക്കും. കൈരളി ന്യൂസ്, ദില്ലി.